കെ എസ് ചിത്രയ്ക്കെതിരെ എന്നല്ല, കെ എസ് ചിത്ര എടുത്ത ചില നിലപാടിനെതിരെ വളരെ വിമർശനപരമായിട്ട് പ്രതികരിച്ച യുവഗായകൻ, ശ്രദ്ധേയനായ യുവഗായകൻ സൂരജ് സന്തോഷിന് എതിരെ സൈബർ ഇടത്തിൽ വൻ തെറിവിളിയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് സൂരജ് പ്രതികരിക്കുകയും ചെയ്തു. ഇതൊന്നും കൊണ്ട് ഞാൻ തളർന്നു പോകില്ല, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കെ എസ് ചിത്ര പറഞ്ഞ ഒരു അഭിപ്രായത്തോട് വിയോജിപ്പുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഈ നാമം ജപിക്കണമെന്നും രാമനാമം ജപിക്കണമെന്നും വൈകിട്ട് നിലവിളക്കുകൾ തെളിയിക്കണമെന്നുമൊക്കെ കെ എസ് ചിത്ര ആവശ്യപ്പെട്ടു. അതിനോട് വിയോജിപ്പുള്ളതുകൊണ്ട് ഞാനത് ശരിയായില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ അഭിപ്രായം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. അതിൻ്റെ പേരിൽ സൈബർ ഇടത്തിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പച്ചത്തെറി പൂരത്തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത് സംബന്ധിച്ച് അദ്ദേഹം ഈ സിനിമാ പിന്നണി ഗായകരുടെ സംഘടനയായ സമയിൽ ഈ വിഷയം ഉന്നയിച്ചു. അതായത് സിനിമയിലെ ഗായകരുടെ സംഘടനയാണ് സമ. അതിന്റെ ഫുൾ ഫോം സിംഗേഴ്സ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസ് എന്നാണ്. സിംഗേഴ്സ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവീസ്, സമ. അപ്പൊ സമയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നെങ്കിലും സമ അദ്ദേഹത്തെ പിന്തുണച്ചില്ല. ഒരുപക്ഷെ കെ എസ് ചിത്രയെ പേടിച്ചിട്ടാവുമോ ഒരു യുവഗായകനോട് ഇങ്ങനെ വിവേചനപരമായിട്ട് സമ പെരുമാറിയത്. അതുകൊണ്ട് സൂരജ് സന്തോഷ് സമയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അവിടെ എവിടെയും ഉണ്ട്. ഇപ്പൊ കെ എസ് ചിത്രയ്ക്ക് ഒരു അഭിപ്രായം പറയാമെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നുന്ന മറ്റൊരു ഗായകനോ ഗായികയ്ക്കോ അഭിപ്രായം പറഞ്ഞൂടെ? അതെങ്ങനെ മോശമാവും? സൂരജ് കൃത്യം പറയുന്നുണ്ട്, ഞാൻ കെ എസ് ചിത്രയുടെ പാട്ടുകളെയോ അല്ലെ അവരുടെ ജീവിതത്തെയോ ഒന്നും അല്ല വിമർശിക്കുന്നത്. അവർ പറഞ്ഞൊരു അഭിപ്രായം എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചു. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായമാകാം, എനിക്ക് എൻ്റെ അഭിപ്രായം ആയിക്കൂടെ? അതിന് പകരം അതിൻ്റെ പേരിൽ വന്ന് ചീത്ത വിളിക്കുന്നത് അതാണോ സംസ്കാരം എന്നാണ് ചോദിച്ചത്. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഞങ്ങളുടെ സംഘടന എനിക്ക് പിന്തുണ തരാത്തത് കൊണ്ട് ഞാൻ ആ സംഘടന വിടുന്നു. ഇത് പുതിയ പ്രശ്നമല്ല. പണ്ട് അമ്മയുടെ പേരിലുണ്ടായ കോലാഹലം നമുക്കറിയാം. അമ്മയിലെ നടികളോടുള്ള പെരുമാറ്റത്തിന്റെ പേരിൽ വിവേചനം ഉണ്ടായതിന്റെ പേരിൽ വന്ന വിമൻസ് കളക്റ്റീവ് ഇൻ മലയാളം സിനിമയൊക്കെ നമുക്കറിയാം. ഒരു പ്രത്യേക സംഘടന വനിതാ സിനിമാ പ്രവർത്തകർ ഉണ്ടാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. അത് വലിയ ചർച്ചയൊക്കെ നടത്താണ്. അപ്പോൾ അമ്മയിൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അത് പലപ്പോഴും മീഡിയ റിപ്പോർട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഗായകരുടെ സംഘടനയിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു, ആവർത്തിക്കുന്നു എന്നത് ഈ വരുന്ന പുതിയ തലമുറയിലെ പാട്ടുകാരോട് ഗായകരോട് കാണിക്കുന്ന ഒരു അനീതി കൂടിയല്ലേ? അപ്പൊ കെ എസ് ചിത്രയ്ക്ക് അഭിപ്രായമുണ്ടോ? സൂരജിനോട് ഈ കാണിച്ചത് ശരിയാണെന്ന് കെ എസ് ചിത്ര അഭിപ്രായപ്പെടുന്നുണ്ടോ? അവരെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ അവർ പ്രതികരിക്കട്ടെ. സൂരജിനോട് അങ്ങനെ ചെയ്തത് ശരിയായി, അല്ലെ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് കെ എസ് ചിത്ര പറയുന്നു. കെ എസ് ചിത്ര ഇന്നേ വരെ അന്നത്തെ ആ ആഹ്വാനത്തിന് ശേഷം അയോധ്യയിലെ കാര്യത്തിൽ പിന്നെ ഇതുവരെ ഒരു പ്രതികരണവും കെ എസ് ചിത്ര ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇനി അവർ മൗനം പാലിക്കുമായിരിക്കാം. എങ്കിലും പ്രശ്നങ്ങൾ അവിടെ പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എത്രയോ വലിയ ചർച്ചകളായി കഴിഞ്ഞു. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് പിന്തുണ കൊടുക്കേണ്ടത് മുതിർന്ന തലമുറയുടെ ആവശ്യമല്ലേ? നന്നായിട്ട് പാടുന്ന ഗായകനാണ് സൂരജ് സന്തോഷ്. അദ്ദേഹം മസാല കഫേ എന്ന ട്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകാരനാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് മസാല കഫേ. അദ്ദേഹത്തെ തെറിവിളിച്ചുകൊണ്ട് വന്ന സോഷ്യൽ മീഡിയ കമന്റുകളിൽ കുറേയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ആരടാ ഇവൻ ഏതാ, ഇവനെ എവിടുന്ന് കെട്ടിയെടുത്തു എന്നൊക്കെ കമന്റ് ഇടുന്ന സംഘപരിവാരങ്ങൾക്ക് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. സൂരജ് സന്തോഷ് എന്ന യുവഗായകനെ പാട്ടിഷ്ടപ്പെടുന്നവർക്കും മലയാള സിനിമാ ഗാനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. പിന്നെ ഈ സംഘപരിവാർക്കെല്ലാം ഈ ഗുണ്ടായിസം ആയതുകൊണ്ട് അവർക്ക് പാട്ടിനെ പറ്റിയോ പാട്ടിന്റെ മഹിമയെ പറ്റിയോ അതിന്റെ മാധുര്യത്തെ പറ്റിയോ ഏക്കും പൂക്കും അറിയുമോ? സംഘികൾക്ക് അവർക്ക് തെറി, ഗുണ്ടായിസം, ചീത്തവിളി, പിന്നെ സാംസ്കാരികമായിട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. നല്ല പാട്ട് ആസ്വദിക്കുക, നല്ല സിനിമ കാണുക,
അല്ലെങ്കിൽ ആ നല്ല നല്ല പാട്ടുകൾ പാടുന്ന ചെറുപ്പക്കാരെ, പുതിയ ഗായകരെ അറിയുക, ഇതൊന്നും ഇവരുടെ ഈ നിഘണ്ടുവിൽ പറയാത്ത ചില കാര്യങ്ങളാണല്ലോ. അതൊക്കെ ഈ വേറെ ചില നല്ല മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം സംഘികൾ ഇങ്ങനെ സൂരജിനോട് പെരുമാറിയിട്ടില്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടുക. കാരണം തെറി ഉറപ്പാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രതികരിച്ചാൽ തെറി ഉറപ്പാണ്. ഞങ്ങൾക്കും തെറി വരുന്നുണ്ട്. പിന്നെ നമുക്കിത് നമ്മളെ ഏശില്ല എന്ന് വിചാരിച്ചത് അതങ്ങ് അങ്ങനെ അങ്ങ് പോകും. അപ്പൊ സൂരജൻ പറഞ്ഞ് എനിക്കിതൊന്നും പ്രശ്നമല്ല, വിളിച്ചോളൂ, തെറി വിളിച്ചോളൂ. ഇത് ഒരു സാംസ്കാരിക നിലവാരമാണ് കാണിക്കുന്നത്. സംഘികൾ എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ സാംസ്കാരിക നിലവാരമാണ് ഇതൊക്കെ.